ആദ്യമായി ലോകകപ്പ് ഫുട്ബോൾ കളിച്ച വനിതാ താരമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ എസ് ലളിതയെക്കുറിച്ച് പഠിക്കാൻ ഓക്സ്ഫോർഡ് സ്കൂളിൽ ഒരു പുസ്തകമുണ്ട്. പക്ഷേ കേരളത്തിൽ എത്ര പേർക്ക് ഈ കായിക താരത്തെ അറിയാമെന്നാണ് ചോദ്യം. ആത്മസുഹൃത്തിനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു പാഷനാണത്. ഊറ്റം കൊള്ളിക്കുന്ന കാൽപന്ത് കളിക്ക് കേരളത്തിന്റെ മേൽവിലാസം നൽകിയ ആദ്യ വനിത സരസമ്മ ലളിത. ജീവിതത്തിന്റെ ഇല്ലായ്മകളോട് പൊരുതി ഒരു 7ാം ക്ലാസ്സുകാരി കാൽപന്ത് തട്ടി തുടങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നൊരു ചേച്ചി കളിക്കാൻ പോകുമ്പോൾ ചേച്ചിയോട്ട് കൂട്ടിന് പോകുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വഴക്ക് പറയും, അങ്ങനെ നീ അവിടെ പോയി കളിക്കുമോ? ഇല്ല, ഞാൻ കളിക്കില്ല, ഞാൻ പോയി നോക്കി നിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ആൺകുട്ടികൾ കളിക്കുമ്പോൾ ബോൾ പുറത്ത് തട്ടിയിടുന്നത് അത് ഞാനെടുത്ത് അകത്തോട്ടടിക്കും. അപ്പോൾ ഈ ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ നോക്കുന്നത്. അവരുടെ കൂടെ ബോൾ തട്ടി ഒക്കെ കഴിഞ്ഞ് ആ ഒരു യാത്ര എനിക്ക് ഇപ്പോഴും നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. 1978 തിരുവനന്തപുരത്തിനായി സംസ്ഥാന തലത്തിൽ കളിച്ചതാണ് കരിയറിലെ ആദ്യ മത്സരം. പിന്നീടത് ലോകകപ്പിലേക്കുള്ള ചുവടുകളായി. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളടിച്ച് ലിംക ബുക്ക് റെക്കോർഡിൽ കിടക്കുന്നത്. ജർമ്മനിയുമായിട്ട് 1-1 ഡ്രോ. അന്ന് ഞാൻ കൊടുത്ത ഒരു പാസ്സായിരുന്നു ശാന്തി മാലിക് എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു ബൈസൈക്കിൾ കിക്കിലൂടെ അത് ഗോളാക്കുന്നു. ഇന്ദിരാഗാന്ധി ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഓരോരുത്തരും ഞങ്ങളെ എണീച്ച് നിന്നപ്പോൾ നമ്മളെ ഓരോരുത്തരുടെയും കയ്യിൽ ഷേക്കാൻഡ് തരുന്നു. ഷേക്കാൻഡ് തന്നിട്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു, നിങ്ങൾ വിൻ ചെയ്ത് വരിക എന്നെല്ലാം പറഞ്ഞ് നമ്മളെ ആശീർവദിച്ചു വിട്ടു. ചൈനയിലെ തായ്പേയിലെ അനുഭവങ്ങൾ ഓർത്തോർത്ത് പറയുമ്പോൾ ലളിതയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയും. അന്ന് ഞങ്ങൾ ഇട്ടുകൊണ്ട് കളിക്കുന്ന ബൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരിട്ട് കളിക്കുന്നത് അന്നും ഈ പ്യൂമയുടെയും ആഡിഡാസിൻ്റെയും ബൂട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ കാലുകളിലേക്ക് നോക്കിയിട്ട് കൊതിക്കും. നമ്മളിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മുള്ളാണി അടിച്ച ഈ കോർക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ 1 2 1 2 ഗുഡ് 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 ഒന്നുകൂടെ വെരി ഗുഡ്. അന്ന് ഈ മലയാളി അസോസിയേഷനിലുള്ള ആൾക്കാരാണ് മോൾക്ക് എന്താ ആവശ്യമുണ്ട് എന്ന് ചോദിച്ചു. ഇവർക്ക് കളിക്കുന്ന ബൂട്ടുകളൊക്കെ കാണുമ്പോൾ കൊതി തോന്നാറുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഏറ്റവും ഇതായിട്ട് കിട്ടിയത് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഭയങ്കര സന്തോഷം കൊണ്ട് അങ്ങ് തുള്ളിച്ചാടിയായിരുന്നു ചെയ്തത്. ആ ബോട്ടിട്ടായിരുന്നു പിന്നീടുള്ള കളികളെല്ലാം കളിച്ചു നോക്കി. ഓക്സ്ഫോർഡ് സ്കൂളിലെ പുസ്തകത്തിൽ ഒരു പാഠഭാഗമുണ്ട്, ആരായിരുന്നു സരസമ്മ ലളിത എന്ന്. ഫുട്ബോളിനെ ഇത്രമേൽ സ്നേഹിക്കുന്ന കേരളത്തിന് ഇപ്പോഴും ലളിതയെ ചോദിച്ചാൽ അറിയാൻ കഴിയില്ല. വളർന്നു വരുന്ന കുട്ടികൾക്ക് പഠിപ്പിച്ചു നൽകേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ താളുകളിൽ ഇന്ത്യയെ, കേരളത്തെ, ഈ മലയാളികളെ വരച്ചിട്ട എസ് ലളിത എന്ന ഫുട്ബോളറെ കുറിച്ച്. ഔദ്യോഗിക പരിശീലനം ഒന്നും ലഭിക്കാതിരുന്നിട്ടും ഇല്ലായ്മകളിൽ നിന്നും കഠിനാധ്വാനം ചെയ്ത 20കാരി പെൺകുട്ടി ഇന്ത്യക്ക് വേണ്ടി അന്ന് ലോകകപ്പ് കളിച്ചു. 40 വർഷത്തിലേറെയായി ഇപ്പോഴും ഇതാ നിരവധി കുട്ടികളെ ഫുട്ബോളിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ടീച്ചർ. ഈ വനിതാ ദിനത്തിൽ ടീച്ചറെ അല്ലാതെ നമ്മൾ ആരെ ആദരിക്കാനാണ്? വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.